അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കുകളൊന്നും സംശയമില്ലെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞ ക്ലാസ് കൊണ്ട് നമ്മൾ CSS തീർത്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റ് അതായത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്, അത് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന ഒരു ഫസ്റ്റ് ടോപ്പിക്കാണ്. ജാവാസ്ക്രിപ്റ്റിൽ ഫസ്റ്റ് ടോപ്പിക്ക് ഇതല്ല, വേറൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇതും തിയറിക്ക് മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു HTML പേജ് ലോഡ് ചെയ്യുമ്പം അതിനെ ബ്രൗസർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഒരു ട്രീ രൂപത്തിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ട്രീ രൂപത്തിൽ അതിനാണ് ആ ട്രീ രൂപത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സാധാരണ ഒരു സിമ്പിൾ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഡോക്യുമെൻ്റ് അതിൻ്റെ റൂട്ടായിട്ട് ട്രീ ഡാറ്റ സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റൂട്ട് കാണും, അത് കഴിഞ്ഞ് ചൈൽഡ് കാണും, അതിന് സബ് ചൈൽഡ് കാണും, അങ്ങനെ പോകും. അപ്പം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ റൂട്ട്. അതിനകത്ത് ഡോക്യുമെൻറ്റിലാണ് തുടങ്ങുന്നത്. റൂട്ട് എലമെൻ്റ് എന്ന് പറയുന്നത് HTML ആണ് റൂട്ട് എലമെൻ്റായിട്ട് വരുന്നത്. HTML നിങ്ങൾക്കറിയാം, HTML-നകത്ത് ഹെഡും ബോഡിയും കാണും. അപ്പോൾ അത് രണ്ടുമാണ് റൂട്ടിൻ്റെ ചിൽഡ്രൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ചിൽഡ്രൻ ആയിട്ട് വരുന്നത് ഹെഡും ബോഡിയുമാണ്. ഇനി ഹെഡിനകത്ത് ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും, ചിലപ്പം ബ്രൗസറിൻ്റെ മേളിൽ കാണിക്കുമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അതിൻ്റെ വീണ്ടും അടുത്ത എലമെൻ്റായിട്ട് വരും. അതുപോലെ തന്നെ എലമെൻറ്റിനകത്ത് തന്നെ ബോഡിക്കകത്ത് തന്നെ നമുക്ക് പല എലമെൻറ്റ്സ് വരും. ആങ്കർ, H1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു സിമ്പിൾ ചെറിയൊരു ഡോക്യുമെൻറ്റിൻ്റെ ട്രീ സ്ട്രക്ചറാണ് വരച്ചേക്കുന്നത്. അപ്പോൾ എലമെൻറ്റിൽ തന്നെ എലമെൻറ്റിന് ആട്രിബ്യൂട്ട്സ് കാണും. ഓരോന്നിനും ചിലപ്പോൾ ആട്രിബ്യൂട്ട്സ് കാണും. ഇപ്പോൾ HREF ആങ്കർ ടാഗ് ആണെങ്കിൽ HREF ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ട് പോകണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതിങ്ങനെ സൈഡിൽ എലമെൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റ് അതിൻ്റെ ചൈൽഡായിട്ടായിരിക്കും കാണിക്കുന്നത്. അതുപോലെ അടുത്ത ഈ H1-നകത്തുള്ള ടെക്സ്റ്റ് അതിൻ്റെ ചൈൽഡായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ ട്രീ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴിയൊക്കെ എളുപ്പത്തിൽ ഇതിൻ്റെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ട്രീ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ ഈസ് എ ക്രോസ് പ്ലാറ്റ്ഫോം ആൻഡ് ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫേസ്. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പല പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യും. അതായത് വിൻഡോസിലും ലിനക്സിലും ഒക്കെ വർക്ക് ചെയ്യും. ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നുമില്ല. അതിപ്പോൾ HTML വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, XML ഒക്കെ ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫേസ് ദാറ്റ് ട്രീറ്റ്സ് XML ഓർ HTML ഡോക്യുമെൻ്റ് ആസ് എ ട്രീ സ്ട്രക്ചർ. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിൻ്റെ ഡെഫിനേഷൻ അതാണ്. ഹിയർ ഈച്ച് നോഡ് ഈസ് ആൻ ഒബ്ജക്റ്റ് റെപ്രസെൻറ്റിങ് എ പാർട്ട് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഈ ട്രീയുടെ ഓരോ നോഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലുള്ള പേജിൻ്റെ ഓരോ ടാഗുകളായിരിക്കും അതിൻ്റെ ഓരോ എലമെൻ്റായിട്ട് വരുന്നത്. ഈച്ച് എലമെൻറ്റ് ടാഗ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ HREF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, ആട്രിബ്യൂട്ട്സും ഒക്കെ വരും, ടെക്സ്റ്റും ഒക്കെ വരും എലമെൻറ്റ്സ്. DOM represents a document with a logical tree. ഒരു ഡോക്യുമെൻ്റ്, അതായത് ഒരു HTML ഡോക്യുമെൻറ്റിന് ഒരു ലോജിക്കൽ ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് DOM എന്ന് പറയുന്നത്. DOM മെത്തേഡ് അലൗഡ്സ് പ്രോഗ്രാമാറ്റിക്. ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് ജാവാസ്ക്രിപ്റ്റ് പോലെയുള്ള ലാംഗ്വേജസിന് പ്രോഗ്രാമിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ എടുക്കുന്നത്. DOM മെത്തേഡ് അലൗസ് പ്രോഗ്രാമാറ്റിക് ആക്സസ് ടു ദ ട്രീ. അത് ജാവാസ്ക്രിപ്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന്. ഇറ്റ് ഹെൽപ്സ് അസ് ടു ചേഞ്ച് ദ സ്ട്രക്ചർ, സ്റ്റൈൽ ഓർ കണ്ടൻറ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. അത് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സ്റ്റൈലും ഇപ്പോൾ CSS മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് ഷോ ഹൈഡ് ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ DOM ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നത് DOM വെച്ചിട്ടാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് ദ സ്ട്രക്ചർ, സ്റ്റൈൽ ആൻഡ് കണ്ടൻറ് ഓഫ് ഡോക്യുമെൻറ്റ്. ഇതൊക്കെ നമ്മൾ കാണും ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നോട്ട്സ് ക്യാൻ ഹാവ് ഈവൻറ്റ് ഹാൻഡ്ലേഴ്സ് അറ്റാച്ച് ടു ദം. ഓരോ നോഡിനും ഈവൻ്റ് ഉണ്ട്. അതായത് ആങ്കർ ടാഗ് ഉണ്ട്, അല്ലെങ്കിൽ സെലക്ട് ഉണ്ട്. സെലക്റ്റിനൊക്കെ ഈവൻറ്റ് ഹാൻഡിലേഴ്സ് ഉണ്ട്. ആ ഈവൻറ്റ് ഹാൻഡിലേഴ്സ് വെച്ചിട്ട് നമുക്ക് അവരിൽ എന്തെങ്കിലും ചേഞ്ച്, ഒരു ഇവൻറ്റ് സംഭവിച്ചാൽ, അതായത് ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ഒന്ന് ചേഞ്ച് ചെയ്താൽ അതൊരു ഇവൻ്റാണ്. അങ്ങനെയുള്ള ആ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പം അപ്പം ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും അലേർട്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വൺസ് ആൻ ഇവൻറ്റ് ഈസ് ട്രിഗേർഡ് ദ ഇവൻറ്റ് ഹാൻഡ്ലർ ഗെറ്റ്സ് എക്സിക്യൂട്ടഡ്. ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇവൻറ്റ് ഹാൻഡ്ലർ എക്സിക്യൂട്ട് ചെയ്യും. അത് നമുക്ക് കാണാം. ഇത് എഴുതിയെടുക്കുന്നത് തിയറി പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. HTML DOM ഈസ് എ സ്റ്റാൻഡ് അലോൺ ഫോർ how to get, change, add or delete HTML elements. HTML document is a standard for how to get, change. അതായത് ഒരു HTML പേജിനകത്തുള്ള പല എലമെൻറ്റ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത്, എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ് HTML DOM എന്ന് പറയുന്നത്. DOM എന്ന് പറഞ്ഞത് ആദ്യമേ നമ്മൾ പറഞ്ഞു,
ഡോം എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് ആണ്. പല ലാംഗ്വേജിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അതിൽ HTML ഡോം എന്ന് പറയുന്നത് HTML വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ജാവാസ്ക്രിപ്റ്റ് ആണ് പഠിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഞാൻ പറഞ്ഞു ഇൻ്റർപ്രറ്റഡ്. അതിന് പ്രത്യേകിച്ച് കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് ബ്രൗസറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ബ്രൗസർ, ഇതുപോലെയുള്ള ബ്രൗസറുകളിലായിരിക്കും, ഇതുപോലെ ഫയർഫോക്സ് പോലെയുള്ള ബ്രൗസറിലായിരിക്കും ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ CSS HTML-നകത്ത് ഇടുന്ന കണ്ടു. അതും ബ്രൗസറിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇൻ HTML JavaScript code is inserted between സ്ക്രിപ്റ്റിൻ്റെ ഓപ്പണിംഗ് ടാഗും സ്ക്രിപ്റ്റിൻ്റെ ക്ലോസിംഗ് ടാഗും, ബിറ്റ്വീൻ ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇടുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് നമ്മൾ ഒരു യൂസർ ലെവൽ, അതായത് ബ്രൗസറിൽ ഓടിക്കുന്ന സാധനങ്ങളാണ്. അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു ക്യാൻ പ്ലേസ് എനി നമ്പർ ഓഫ് സ്ക്രിപ്റ്റ്സ് ഇൻ HTML പേജ്. നമുക്ക് എത്ര സ്ക്രിപ്റ്റ് വേണമെങ്കിലും HTML പേജിന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. സ്ക്രിപ്റ്റ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ബോഡി ഓർ ഹെഡ് ടാഗ്. ബോഡിയിലും ഹെഡിലും കൊടുക്കാം. ബോഡി ഓർ ഹെഡ് ടാഗ് സെക്ഷൻ ഓഫ് HTML പേജ് ഓർ ഇൻ ബോത്ത്. രണ്ട് സ്ഥലത്തും കൊടുക്കാം, ബോഡിയിലും കൊടുക്കാം ഹെഡിലും കൊടുക്കാം. അങ്ങനെ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ബേസിക്കലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹെഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഹെഡിൽ. അപ്പോൾ അത്രയാണ് ഇതിനെപ്പറ്റിയുള്ള തിയറി പാർട്ടിൽ വരുന്നത്. അതിൻ്റെ ആക്ച്വൽ കാണിച്ചു തരാം, പേജ് കാണിച്ചു തരാം. ഇതിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പോൾ HTML ടാഗ് ഉണ്ട്. ഇതാണ് റൂട്ട് എലമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ നോക്കി. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ വരച്ചാൽ ഇതിൻ്റെ ഈ പേജിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ വരച്ച് നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. ഒരു അസൈൻമെൻ്റ് ആയിട്ടല്ല, നോട്ടിലൊന്ന് വരച്ചിട്ട് അയച്ചു. ഈ കാണുന്ന പേജിൻ്റെ അപ്പം HTML റൂട്ട് എലമെൻ്റ് ഉണ്ടാവും. അതിന് 2 ബ്രാഞ്ചസ് ഉണ്ടാവും, ചൈൽഡ് ഉണ്ടാവും, ഹെഡും ബോഡിയും. ഹെഡിന് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടാവും. അത്രയും മതി, അതവിടെ വെച്ച് നിർത്തിയാൽ മതി. ഇനി ബോഡിക്കകത്താണെങ്കിൽ H1 ഉണ്ടാവും, P ഉണ്ടാവും, അതിൻ്റെ ടെക്സ്റ്റ് അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനകത്താണ് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അത് സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് കമാൻഡ്സിനാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു കമാൻഡാണ്. window.alert എന്ന് പറയുന്നത് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമാൻഡാണ്. 5+6 എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് 5, 6, 11 എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതിൽ ഈ പേജ് നമുക്ക് ഇതിലൊന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് ആ പേജ്. ഞാൻ ഒന്നുകൂടെ ലോഡ് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് 11 എന്ന് പറഞ്ഞ് നമ്മൾ അലേർട്ട് കൊടുത്തേക്കുന്നത്. window.alert ഇവിടെ കൊടുത്തിട്ടില്ലേ, 5+6, അതാണ് ഈ 11 പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ശ്രദ്ധിക്കുക, ഈ പേജ് ലോഡ് ചെയ്തപ്പം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഇമേജ് കാണുന്നില്ല. ഇവിടെ ഈ ബട്ടൺ ഓടി നടക്കുന്നതിൻ്റെ അർത്ഥം പേജ് ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ എന്നാണ്. പേജ് ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പേജ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇത് കാണിച്ചു. ഇവിടെ ഞാൻ ഓക്കെ അടിച്ചതിന് ശേഷം മാത്രമേ ഈ പേജ് കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ സ്ക്രിപ്റ്റ് ഞാൻ ഹെഡിൽ ഈ HTML എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മേളിൽ തൊട്ട് വായിച്ച് ലീനിയറായിട്ട് വായിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് കണ്ട്, സ്ക്രിപ്റ്റിനകത്ത് window.alert കണ്ട അപ്പോൾ തന്നെ window.alert കൊടുക്കും. window.alert എന്നുള്ള കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പോപ്പപ്പ് വിൻഡോ കാണിക്കും. അതിന് ശേഷമേ താഴോട്ട് വായിച്ച് പോവുള്ളൂ. മൈ ഫസ്റ്റ് പേജ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞാണ് കാണിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് പാരഗ്രാഫിൻ്റെ താഴെ കൊടുത്ത് കാണിച്ചു തരാം. പേജ് ലോഡ് ചെയ്യാൻ പോവുകയാണ് ഒന്നുകൂടെ. ഇതുണ്ടോ, പേജ് ബാക്ക്ഗ്രൗണ്ടിൽ പേജ് ഓൾറെഡി പുറകിൽ കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കാണിച്ച് കഴിഞ്ഞിട്ടാണ് അലേർട്ട് വന്നേക്കുന്നത്. മുമ്പത്തെ കേസിൽ ഈ അലേർട്ട് വന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഈ പേജിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നില്ലായിരുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, HTML മേളിൽ തൊട്ട് താഴോട്ടാണ് പാർസ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സാധനം എക്സിക്യൂട്ട് ചെയ്യുന്നത് മേളിൽ തൊട്ട് താഴോട്ട് വായിച്ച് ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യും, ഇവിടെ വന്നപ്പോൾ പാരഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യും, അതിന് ശേഷം window.alert ചെയ്യും. അപ്പോൾ ഇത് മേളിൽ കൊടുത്താൽ ആദ്യം അലേർട്ട് ചെയ്യും. നോക്കിക്കോളൂ, കണ്ടോ, ഇപ്പം അലേർട്ട് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ ഹെഡിങ്ങും പാരഗ്രാഫും ഒന്നും വന്നിട്ടില്ല. ഓക്കെ അടിച്ച് കഴിയുമ്പോൾ അത് രണ്ടും വരും. അപ്പോൾ ഇതൊരു ബേസിക് അലേർട്ടാണ്. അപ്പോൾ ഈ window.alert എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു കമാൻഡാണ്. window.alert, അതിനൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ഹായ് ഹൗ ആർ യു എന്നൊക്കെ കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ കൊടുക്കുക. ഇതുണ്ട്, ഹായ് ഹൗ ആർ യു പ്രിൻറ്റ് ചെയ്തു, പുറകെ പ്രിൻറ്റ് ചെയ്തു.
അപ്പോൾ ഇങ്ങനെ സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിൽ പറഞ്ഞു കൊടുക്കുക, ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ എക്സ്പ്രഷൻ സാധാരണ പോലെ +23 എന്നൊക്കെ കൊടുക്കുക. ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. പ്രിൻ്റ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത് ഇത് എസെൻഷ്യലി ഒരു പ്രിൻ്റ് പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പപ്പ് വിൻഡോയിലായിരിക്കും കാണിക്കുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതാണ് ആദ്യത്തേത്. ഇത് ജാവാസ്ക്രിപ്റ്റ് വഴി നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഈ കാണുന്ന വിൻഡോ ഡോട്ട് അലേർട്ട്. അപ്പോൾ അതൊന്ന് എഴുതിക്കൊള്ളുക. വേസ് ടു ഔട്ട്പുട്ട് ഡാറ്റ ഫ്രം ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളതിൽ ആദ്യത്തേത് വിൻഡോ ഡോട്ട് അലേർട്ട്. രണ്ടാമത്തെ മെത്തേഡാണ് ഈ ഫംഗ്ഷനിൽ കാണാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഹലോ വേൾഡ്. ഇത് പ്രോഗ്രാം ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. രണ്ടാമത്തേത് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ആണ്. മൂന്നാമത്തേത് ഈ കൺസോൾ ഡോട്ട് ലോഗ് ആണ്. കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറയുന്നതാണ് കൺസോൾ ഡോട്ട് ലോഗ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് മറ്റേതിലേക്ക് പോവാം. കൺസോൾ ഡോട്ട് ലോഗിൽ ചെയ്യുന്നത്, ഇതിപ്പം ഒരു പാരഗ്രാഫ് ഉണ്ട്, സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് കാണിച്ചിട്ടുണ്ട്. ഈ പേജ് നമുക്ക് കാണിക്കാം. ഇതാണ് കൺസോൾ. ഇതിൽ കൺസോൾ എന്ന് പറയുന്ന സാധനം കാണണമെങ്കിൽ ഓരോ ബ്രൗസറിലും വെബ് ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. വെബ് ഡെവലപ്പറിനകത്ത് പോവുക. ഇതിനകത്ത് വെബ് കൺസോൾ കണ്ടോ, വെബ് കൺസോളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു 11 പ്രിൻ്റ് ചെയ്തേക്കുന്നുണ്ടോ, 11. അതാണ് ഈ കൊടുത്തേക്കുന്നത്. 5ഉം 6ഉം 11. ഇവിടെ 50 + 60 ഒന്നുകൂടെ കൊടുത്തിട്ട് ലോഡ് ചെയ്യാം. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോളൂ. ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ഈ കൺസോളിലേക്കാണ് വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നത്. കണ്ടോ, 110 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്തു. 50ഉം 60ഉം കൂടെ കൂട്ടി 110 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്തു. ഈ കൺസോൾ ഡോട്ട് ലോഗ് സാധാരണ ഉപയോഗിക്കുന്നത് ഡീബഗിങ് പർപ്പസിനാണ്. ഒരുപക്ഷെ നിങ്ങൾ ആരും വെബ് ബ്രൗസറിൽ ഈ ഭാഗം ഇതിന് മുമ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു PHP കോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പാർട്ടിനെയാണ്. ഇത് ഡീബഗർ, ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞു. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ പോയി നമുക്ക് എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഇവിടെ സെലക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇത് ഇൻസ്പെക്ടറാണ്. ഇതിനിപ്പുറത്താണ് കൺസോൾ ഉള്ളത്. കൺസോൾ ക്ലിക്ക് ചെയ്താലാണ് ഈ വാല്യൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഇത് ഡീബഗിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൺസോൾ ഡോട്ട് ലോഗ് ഉപയോഗിക്കുന്നത്. അതായത് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ എന്താണ് ഇഷ്യൂ, ഇതിലേക്ക് കൺട്രോൾ പോയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കൂലേ, പ്രിൻ്റ് അല്ലെങ്കിൽ COUT സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പോലെ ഇതിൽ കൊടുക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കൊടുക്കുന്ന ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കോഡാണ് കൺസോൾ ഡോട്ട് ലോഗിൽ വരുന്നത്. അത് ഈ വെബിൻ്റെ കൺസോളിലായിരിക്കും കാണാൻ പറ്റുന്നത്. കൺസോളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയ പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിൽ ഓരോ വേരിയബിളിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയണം. ഇപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വാല്യൂ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസോളിൻ്റെ വേരിയബിളിൻ്റെ പേര് = എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇവിടെ ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. ദിസ് ഈസ് ഇൻ ലോഗ് എന്ന് കൊടുക്കുവാണ്. ദിസ് ഈസ് ഇൻ ലോഗ് എന്ന് കൊടുത്തു. ഹായ് ദിസ് ഈസ് ഇൻ ലോഗ് ഇവിടെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ കൺസോൾ രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്. ഇത് മൂന്നാമത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് വേറൊരു ഫംഗ്ഷനകത്താണ് ഇട്ടേക്കുന്നത്, യൂസർ ഡിഫൈൻഡ് ആയിട്ടൊരു ഫംഗ്ഷൻ. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡായിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എഴുതുക. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ആണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെബ് പേജിലേക്ക് തന്നെ റൈറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് വിൻഡോ ഡോട്ട് അലേർട്ട് ആണ്. അതൊരു പോപ്പപ്പ് വിൻഡോയിലായിരിക്കും വരുന്നത്. രണ്ടാമത്തേത് കൺസോൾ ഡോട്ട് ലോഗാണ്. കൺസോൾ ഡോട്ട് ലോഗ് ആണ്. കൺസോൾ ഡോട്ട് ലോഗ് നമ്മുടെ ബ്രൗസറിൻ്റെ കൺസോളിലായിരിക്കും കാണാൻ പറ്റുക. മൂന്നാമത്തെ മെത്തേഡാണ് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്. ഇത് കാണിച്ചു തരാം. പേജ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്തൊരു H1 ടാഗ് ഉണ്ട്, ഒരു മൈ ഫസ്റ്റ് പേജ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, താഴെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടണിൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ഇവൻ്റാണ്. ബട്ടൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. ബട്ടൺ ടൈപ്പ് = ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ആട്രിബ്യൂട്ടാണ് ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് എഴുതിയേക്കുന്ന ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യും എപ്പം ഈ ബട്ടണിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഓൺ ക്ലിക്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മൈ ഫംഗ്ഷനെ വിളിക്കുന്നതാണ് പറഞ്ഞത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഫംഗ്ഷനെ വിളിച്ചേക്കുവാണ്. ഈ മൈ ഫംഗ്ഷൻ എവിടെയാണ് എഴുതിയേക്കുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനകത്താണ് മൈ ഫംഗ്ഷൻ എഴുതിയേക്കുന്നത്. സ്ക്രിപ്റ്റ് എന്താണ് ചെയ്യുന്നത്?
ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ ഈക്വൽ ടു നമ്മൾ എഴുതിയേക്കുന്ന ഫംഗ്ഷനാണ്, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കുക. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു. പേജ് ലോഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിപ്പോൾ ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ ഇതെത്തി. ഇതാണ് നമ്മുടെ പേജ്. ഇതിലിപ്പം ഇത് കണ്ടില്ലേ, മൈ ഫസ്റ്റ് പേജ് കാണിക്കുന്നുണ്ട്, മൈ ഫസ്റ്റ് പാരഗ്രാഫ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബട്ടണിൽ ക്ലിക്ക് മീ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. അപ്പം ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്തേക്കുക. അതുകൊണ്ടാണ് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് എന്നുള്ളത് ഈ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കുക. അഡീഷണലി ഈ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം ജാവാസ്ക്രിപ്റ്റിൽ. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ നമുക്ക് ഏതെങ്കിലും ആട്രിബ്യൂട്ട് വെച്ചിട്ട് വിളിക്കാം, ഏതെങ്കിലും ഇവൻറ്റിൽ നമുക്ക് വിളിക്കാം. സബ്മിറ്റ് ബട്ടൺ ഓൺ സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം, അല്ലെ ഓൺ മൗസ് ഓവർ കൊടുക്കാം. അതെല്ലാം നമ്മൾ പഠിക്കും. ഓൺ കീ ഡൗൺ കൊടുക്കാം, ഓൺ കീ അപ്പ് കൊടുക്കാം, ഓൺ ചേഞ്ച് കൊടുക്കാം. അങ്ങനെ പല പല ഇവൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരെണ്ണം മാത്രമേ ഇപ്പോൾ എഴുതിയേക്കുന്നതേ ഉള്ളൂ, ഓൺ ക്ലിക്ക്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പിന്നീട് പോകും. ഇപ്പം മനസ്സിലാക്കേണ്ടത് ഇതേ ഉള്ളൂ. മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതുക. മൈ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ താഴെ ഡിഫൈൻ ചെയ്യുക. ഇപ്പം സിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫംഗ്ഷൻ വിളിക്കുന്നതിന് മുമ്പ് അത് ഡിഫൈൻ ചെയ്തിരിക്കണമെന്നുണ്ട്. HTML ഞാൻ പറഞ്ഞു അത്ര സ്ട്രിക്റ്റ് ലാംഗ്വേജ് അല്ല, അതുകൊണ്ട് ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞിട്ട് എഴുതിയാലും മതി. ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉള്ളത്, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു H1 ഒരു PU ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ, അതെല്ലാം പോയിട്ട് ഡയറക്റ്റ്ലി ഹലോ വേൾഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് നേരിട്ട് വന്നു. ഇതിൽ നമുക്ക് വേറൊരു കാര്യമുള്ളത്, നമുക്ക് ടാഗൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം. H1 ടാഗ് കൊടുത്തു, ഹലോ വേൾഡ് എന്ന് കൊടുക്കുക. അതിന് താഴെ ഒരു പാരഗ്രാഫ് നമുക്ക് കൊടുക്കാം. ദിസ് ഈസ് പാരഗ്രാഫ് എന്ന് കൊടുത്തു. പേജ് ലോഡ് ചെയ്യുമ്പോൾ ഈ പാർട്ടേ കാണിക്കുകയുള്ളൂ. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇതിനകത്ത് എഴുതിയേക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. സാധാരണ നമ്മൾ വെറുതെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചാൽ അത് നേരിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊരു ഫംഗ്ഷനകത്ത് എഴുതിയേക്കുന്നതുകൊണ്ട് ഈ ഫംഗ്ഷനെ എപ്പോൾ വിളിക്കുന്നു അപ്പോൾ മാത്രമേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഇതിന് മുമ്പൊക്കെ കണ്ടു വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് വെറുതെ എഴുതിയ പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് പോകും. പക്ഷേ ഈ കേസിൽ അതില്ല. ഇതൊരു ഫംഗ്ഷനായിട്ടാണ് എഴുതിയേക്കുന്നത്. ഫംഗ്ഷനായിട്ടാണ് എഴുതിയേക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ വിളിച്ചാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ കോട്ട്സ് വേണം. ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് ടാഗൊക്കെ ഇട്ട് HTML പേജായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പഴയ പേജ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് മീ കീയാണ്. കണ്ടോ, ഞാൻ H1 ടാഗിനകത്ത് ഹലോ വേൾഡ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ഹലോ വേൾഡ് ഇവിടെ വലുതായിട്ട് കാണിച്ചു. പാരഗ്രാഫ് ടാഗിനകത്ത് ദിസ് ഈസ് പാരഗ്രാഫ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ദിസ് ഈസ് പാരഗ്രാഫ് ഇവിടെ കാണിച്ചു. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒരു എൻറ്റയർ HTML പേജ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്ത് ഇപ്പോൾ ഓരോരുത്തർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിൻ്റെ കണ്ടൻറ്റ് മാറ്റി വേറൊരു പേജ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ HTML പേജ് മൊത്തം ഇവിടെ കൊടുത്താൽ മതി. ഓർത്തിരിക്കുക, ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കണം. ഡബിൾ കോട്ട്സിനകത്ത് വാല്യൂ കൊടുക്കണം. ഇനി ഒരു എക്സ്പ്രഷനാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതും ഇവിടെ കൊടുക്കാം. 5+8 എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ പേജ് ലോഡ് ചെയ്തു. 5+8 13 പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ എക്സ്പ്രഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട്സ് വേണ്ട, അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് വേണം. ഇത് എഴുതിയെടുക്കുക. ഇത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫംഗ്ഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാമൽ ക്യാപ്സിൽ കൊടുക്കുക. ക്യാമൽ ക്യാപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്മോൾ ലെറ്ററിൽ തുടങ്ങുക, പിന്നീട് വരുന്ന ഓരോ വാക്കുകളും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം 3 മെത്തേഡാണ് ഔട്ട്പുട്ട് ജാവാസ്ക്രിപ്റ്റിൽ നിന്ന് വാല്യൂ ഔട്ട്പുട്ട് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ. ഇനിയുള്ളത് നമ്മൾ CSS പഠിച്ചപ്പോഴും പഠിച്ചായിരുന്നു. നമുക്ക് CSS ഫയൽസ് പുറത്തെഴുതാം. CSS ഫയൽസ് പുറത്തെഴുതിയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു CSS ഫയൽ എത്ര HTML ഫയൽ വേണേലും ഇൻപുട്ട് ചെയ്യാം. എന്ന് പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിലും ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പറ്റും. നമുക്കൊരു എക്സ്റ്റേണൽ ഫയലായിട്ട് എഴുതാം. എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇപ്പം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഇന്നർ HTML പാരഗ്രാഫ് ചേഞ്ച്ഡ്. ഇതിൽ ആദ്യം ഈ ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഇത് നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. മനസ്സിലാക്കുക, ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ എഴുതി .js എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തു.
അപ്പോൾ ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വലിയ വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പല HTML പേജ് ഉണ്ടാവും. പല HTML പേജിൽ നമുക്ക് ഒരേ ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ഫയൽ കൊടുക്കും. അതിൻ്റെ എക്സ്റ്റൻഷൻ .js എന്ന് തന്നെ കൊടുക്കണം. ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് JS എന്ന് കൊടുക്കുന്നത്, ജാവാസ്ക്രിപ്റ്റ് JS. എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ്. നേരത്തെ നമ്മൾ ഇതിൽ പഠിച്ചായിരുന്നു, CSS ഇമ്പോർട്ട് ചെയ്യാനുള്ള ടാഗ് ഏതാണ്? ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ CSS ഇമ്പോർട്ട് ചെയ്യാൻ ലിങ്ക് അല്ലല്ലോ CSS ഇമ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതായിരുന്നു? നമ്മൾ CSS ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും, ടൈപ്പ് പറഞ്ഞു കൊടുക്കും, href എന്ന് പറഞ്ഞിട്ട് ആ CSS ഫയലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. അതുപോലെ സ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടാഗിൻ്റെ പേരാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തുള്ളതാണ്, ഇത് ആവശ്യമില്ല. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിന് ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ സാധാരണ സ്ക്രിപ്റ്റ് എഴുതുന്നത്. എക്സ്റ്റേണൽ CSS ഇമ്പോർട്ട് ചെയ്യാനാകുമ്പോൾ അതിന് SRC എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഫയലിൻ്റെ പേര്, എക്സ്റ്റൻഷൻ ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുക. സെയിം ഫോൾഡറിലാണ് കിടക്കുന്നതെങ്കിൽ ഫയലിൻ്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. വേറെ ഫോൾഡറിലാണ് കിടക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ലൊക്കേഷൻ, ഇപ്പോൾ വിൻഡോസിലൊക്കെയാണ് C:/ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ഉണ്ട്, അതിവിടെ ഇമ്പോർട്ട് ചെയ്തേക്കുവാണ്. ഇതിനകത്ത് മൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് PID = ഡെമോ, പാരഗ്രാഫ് കൊടുത്തു, ബട്ടൺ ടൈപ്പ്, ഓൺ ക്ലിക്ക്, മൈ ഫംഗ്ഷനെ വിളിച്ചു. ഈ മൈ ഫംഗ്ഷൻ എഴുതിയേക്കുന്നത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഈ ഫയലിനകത്ത്, അതായത് ഇവിടെയാണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. മൈ ഫംഗ്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫയൽ കോൾഡ് myscript.javascript. അപ്പം എക്സ്റ്റേണൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാം. ഈ എഴുതിയേക്കുന്ന ഇതിനകത്ത് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിൽ ജാവാസ്ക്രിപ്റ്റിനെ ഒരു ട്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ആ ട്രീക്കകത്ത് പല എലമെൻറ്റ്സ് കാണും, അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ HTML എലമെൻറ്റ്, അതായത് ഏത് HTML നിന്നാണോ ഈ ഫംഗ്ഷനെ വിളിച്ചേക്കുന്നത് അതിൻ്റെ എൻറ്റയർ HTML എലമെൻ്റാണ് ഈ ഡോക്യുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്യുമെൻ്റ് ഡോട്ട് കഴിഞ്ഞ് കൊടുക്കുന്ന അടുത്ത ഫംഗ്ഷനാണ് document.getElementById. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫിഗറിൽ ഇതുപോലെ ഇരിക്കും. ഡോക്യുമെൻ്റ് ഡോട്ട്, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ആട്രിബ്യൂട്ടും പല കാര്യങ്ങളും എലമെൻസും ഒക്കെ കാണും. അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടാവും. .getElementById എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടാഗുകളാണ്. ആ ടാഗിൽ getElementById ഡെമോ എന്ന് ID കൊടുത്തേക്കുന്ന എലമെൻ്റ് എടുക്കാനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു ID കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ CSS പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, CSSൻ്റെ സെലക്ടറിന് നമ്മൾ ക്ലാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പേര് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ID ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ID ഉപയോഗിക്കുന്നത് CSSന് സാധാരണ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷേ ID സാധാരണ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ജാവാസ്ക്രിപ്റ്റിനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിന് ID = ഡെമോ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തേക്കാണ് document.getElementById.demo എന്ന് പറഞ്ഞാൽ ഡെമോ എന്ന് ID കൊടുത്തേക്കുന്ന എലമെൻറ്റ് ഗെറ്റ് ചെയ്യാൻ, അതായത് ഈ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യും. ഇത്ര എഴുതിയേക്കുന്നത് വെച്ചിട്ട് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ HTML ആണ്. ഡോക്യുമെൻറ്റിനകത്ത് ID ഡെമോ എന്നുള്ള എലമെൻറ്റിനെ സെലക്ട് ചെയ്തു, അതായത് പാരഗ്രാഫിനെ സെലക്ട് ചെയ്തു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ .inner.html, അതിനകത്തുള്ള inner HTML പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്നാക്കാനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്നുള്ളത് ടെക്സ്റ്റ് ആക്കും. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പാരഗ്രാഫ് എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ inner HTML. ഇപ്പോൾ document.getElementById ഡെമോ എന്ന് കൊടുത്താൽ ഈ പാരഗ്രാഫ് കിട്ടും. അതിനകത്ത് inner HTML എന്ന് പറഞ്ഞാൽ ഈ സാധനം കിട്ടും. ഇതിലേക്ക് വേറൊരു വാല്യൂ അസൈൻ ചെയ്തേക്കുവാണ്. ആ അസൈൻ ചെയ്തേക്കുന്ന വാല്യൂ ആയിരിക്കും ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുക. പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ എക്സാമ്പിളാണ്. പാരഗ്രാഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ട്രൈ ഇറ്റ് എന്ന് പറയുന്ന ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ എഴുതിയേക്കുന്ന മൈ ഫംഗ്ഷനെ വിളിച്ചേക്കുവാണ്. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്ന് വന്നു. ഈ പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്ന് എവിടെ നിന്നാണ് വരുന്നത്? ഈ എഴുതിയേക്കുന്ന പാരഗ്രാഫ് ചേഞ്ച്ഡ് ആണ് വരുന്നത്. അപ്പോൾ പാരഗ്രാഫിനെ സെലക്ട് ചെയ്തു. പാരഗ്രാഫിൻ്റെ inner HTML ഇതാക്കാനാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
ഈ ഇന്നർ HTML വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഞാൻ കൊടുത്ത് കാണിക്കാം. window.alert കണ്ടോ. window.alertൽ ഞാൻ കൊടുത്തേക്കുന്നത് എന്നാ, window.alert എന്ന് പറഞ്ഞാൽ ഒരു അലേർട്ട് വരും. അതിനകത്ത് എന്ത് വാല്യൂയാണ് ഞാൻ കൊടുത്തേക്കുന്നത്? ഡോക്യുമെൻറ്റിനകത്ത് ഡെമോന്ന് ID ഉള്ള എലമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇന്നർ HTML പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്നർ HTML പ്രിൻറ്റ് ചെയ്ത് പോകണ്ടോ, പാരഗ്രാഫിന് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് ഈ കിടക്കുന്ന പാരഗ്രാഫാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിലിപ്പം ഞാൻ ഓക്കെ അടിക്കുകയാണ്. ഇപ്പം window.alert വന്നാൽ അതിൽ ഓക്കെ അടിച്ചാലേ അതിൻ്റെ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുള്ളൂ. ഓക്കെ അടിച്ചു, അപ്പോഴത്തേക്കും പാരഗ്രാഫ് ചേഞ്ചിട്ട് വന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് കൊടുക്കുക. ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും ഇപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ എന്താ ഞാൻ ചെയ്തേക്കുന്നത്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെയ്തേക്കുന്നത്, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അടുത്ത ലൈനിൽ എക്സിൻ്റെ വാല്യൂ വേറൊരു വാല്യൂ ആയിട്ട് അസൈൻ ചെയ്തു. അത്രേ ചെയ്തിട്ടുള്ളൂ, സിമ്പിൾ. അപ്പോൾ എക്സ്റ്റേണൽ script.javascript ആണ്, അതിവിടെ ഇമ്പോർട്ട് ചെയ്തു വർക്ക് ചെയ്തു. എഴുതിയെടുക്കുക, എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. CSS ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ് ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യാതെ എഴുതാനാണെങ്കിലും സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനകത്താണ് എഴുതുന്നത്. ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കണം. അപ്പോൾ അതായി. ഇനി ജാവാസ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വാട്ട് ക്യാൻ ജാവാസ്ക്രിപ്റ്റ് ഡു? ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ഹൈഡ് HTML എലമെൻറ്റ്സ്. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് HTML എലമെൻറ്റ്സിനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ബട്ടൺ ടൈപ്പ് ഓൺ ക്ലിക്ക്, document.getElementById demo.style.display. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. document.getElementById.demo എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ID ഡെമോ ഉള്ള എലമെൻറ്റിനെ കിട്ടും. ഈ കേസിൽ ആ എലമെൻറ്റ് എന്ന് പറയുന്നത് ഈ പാരഗ്രാഫാണ്. ഈ സാധനം കിട്ടി. ഇതിനകത്ത് .style എന്ന് പറഞ്ഞാൽ മുമ്പേ കണ്ടു .inner HTML. .inner HTML എന്ന് വെച്ചാൽ എന്താണ്? ഈ സാധനമാണ് .inner HTML. ഇനി പറഞ്ഞേക്കുന്നത് .style. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. CSS അല്ലെങ്കിൽ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇൻലൈനായിട്ട് പറഞ്ഞു കൊടുക്കാൻ CSS 3 രീതി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇൻലൈൻ, എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ. അതിൽ ഇൻലൈനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം ഒരു ആട്രിബ്യൂട്ട്, സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ ആട്രിബ്യൂട്ടാണ്, അതായത് നമുക്കിപ്പം ഇവിടെ എനിക്ക് ഈ പാരഗ്രാഫ് പേജ് ലോഡ് ചെയ്യുമ്പോൾ കാണണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട. ഇപ്പം കാണുന്നത് മാറ്റാൻ എഴുതിയിട്ടുണ്ട്. ഇതിപ്പം സ്റ്റൈൽ ഈക്വൽ ടു കളർ :റെഡ് എന്ന് കൊടുത്തു. ഇതാണ് പേജ്. ഇതിപ്പോൾ റെഡായി. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റൈൽ എന്ന് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് CSS ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ആട്രിബ്യൂട്ടും ഇത് ആട്രിബ്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി, ഇത് പ്രോപ്പർട്ടിയും ഇത് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. രണ്ടും തമ്മിൽ കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ എഴുതിയേക്കുന്ന സാധനമാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്റ്റൈലും നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഓൾറെഡി അതിനൊരു ഡീഫോൾട്ട് സ്റ്റൈലുണ്ട്. അപ്പോൾ ഈ എഴുതിയേക്കുന്ന ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? document.getElementById demo കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം. ആ സ്റ്റൈൽ എന്ന് പറയുന്ന എലമെൻറ്റിനെ ഇത് ചെയ്യും. അതിനെൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നണ്ണാക്കും. ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നണ്ണാക്കി വെക്കും. ക്ലിക്ക് മീ ടു ഹൈഡ്. അടുത്തതിൽ ചെയ്തേക്കുന്നത് സെയിം തന്നെ. ബട്ടൺ ക്ലിക്ക് മീ ടു ഷോ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതിൻ്റെ ഓൺ ക്ലിക്കിൽ എഴുതിയേക്കുന്നത് document.getElementById സ്റ്റൈൽ ഡിസ്പ്ലേ ഈക്വൽ ടു ബ്ലോക്ക് എന്നാണ്. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യില്ല. ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് 2 വാല്യൂ കൊടുക്കുക. ഒന്നെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക, നണ്ണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യില്ല. ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ബ്ലോക്ക് എന്ന് കൊടുക്കുക. ഒന്നും കൂടെ ക്ലിയർ ആണെങ്കിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. സ്റ്റൈൽ ഈക്വൽ ടു ഡിസ്പ്ലേ
ബ്ലോക്ക് കൊടുക്കാം. ഇതൊന്നും ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പേജ് ലോഡ് ചെയ്യാം. പേജ് കണ്ടു, ഡിസ്പ്ലേ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു, ആ ബ്ലോക്കല്ല, ബ്ലോക്കായിട്ട് കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റേ ട്രാഫിക് ബ്ലോക്ക് പോലത്തെ ബ്ലോക്കല്ല. ഇനി ഞാൻ ഡിസ്പ്ലേ ഇവിടെ നണ്ണാക്കി കൊടുക്കാം. ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ഹൈഡ് HTML പേജ് എലമെൻ്റ് എന്നുള്ള അതിലാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഇത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈഡ് ചെയ്ത എലമെൻറ്റ് താഴെ പോയിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഡിസ്പ്ലേ ഈക്വൽ ടു നൺ എന്നാണ്, അത് ഇവിടെ ആ എലമെൻറ്റ് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ആ എലമെൻ്റ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. മുമ്പത്തെ പോലെ തന്നെ ഇവിടെ വന്നിട്ട് വെബ് ഡെവലപ്പറിൽ പോവുക. വെബ് ഡെവലപ്പറിനകത്ത് ഇൻസ്പെക്ടർ എടുക്കുക. ഇൻസ്പെക്ടർ എടുക്കുമ്പോൾ മുമ്പേ എടുത്തത് കൺസോളാണ്, അതിവിടെ ഉണ്ട്. ഇവിടെ ഇൻസ്പെക്ടർ എടുക്കുക. ഇൻസ്പെക്ടർ എടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, വാട്ട് ക്യാൻ ജാവാസ്ക്രിപ്റ്റ് ഡു. ഇതിൻ്റെ താഴെ ഉള്ളത് ഈ എഴുതിയേക്കുന്ന സാധനമാണ്. ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റുമായിരിക്കും, ഇത്തിരി ചെറുതാണ്. PID സ്റ്റൈൽ ഡിസ്പ്ലേ നൺ ജാവാസ്ക്രിപ്റ്റ്. ഇത് ഈ പേജിൻ്റെ HTML കോഡ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ സാധനം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ഈ സാധനം ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഇപ്പം ഇവിടെ ഞാൻ കൊടുക്കുവാണ് സ്റ്റൈൽ ഈക്വൽ ടു ഡിസ്പ്ലേ നൺ എന്ന് കൊടുത്തു. കണ്ടോ, ആ സാധനം പോയി. ഡിസ്പ്ലേ നണ്ണാക്കിയപ്പോൾ പോയി. ഇനി വീണ്ടും ഞാനിവിടെ ബ്ലോക്ക് കൊടുക്കുവാണ്. ബ്ലോക്ക് കൊടുത്തപ്പോൾ ആ സാധനം വന്നു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഡിസ്പ്ലേ നൺ മാറ്റിയിട്ട് ബ്ലോക്ക് എന്ന് കൊടുക്കുവാണെങ്കിൽ ആ സാധനം അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇതായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും തിരിച്ചിട്ട് പേജ് പോയി കാണാം. അപ്പോൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ CSSന് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇൻലൈനായിട്ട് പറഞ്ഞു കൊടുത്തേക്കുവാണ്. ഇത് പ്രോപ്പർട്ടിയാണ്, ഇത് അതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഡീഫോൾട്ടായിട്ട് കാണിക്കും, ഡിസ്പ്ലേ ബ്ലോക്കായിട്ട് കാണിക്കും. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് മീ ടു ഹൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺ ക്ലിക്കിൽ അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റ് കമാൻഡാണ് ഈ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത്രയും സ്ക്രോൾ ചെയ്താൽ document.getElementById demo.style എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുക. സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആക്സസ് ചെയ്യുക. സ്റ്റൈലിനകത്ത് ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ നണ്ണാക്കി കൊടുക്കാനാണ് ഈ പറഞ്ഞേക്കുന്നത്, ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ക്ലിക്ക് മീ ടു ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡോക്യുമെൻറ്റിനകത്ത് ഈ ID ഉള്ള എലമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എടുത്തിട്ട് ആ CSS പ്രോപ്പർട്ടി ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കുക. BLOCK ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ കാണിക്കരുതെന്നല്ല, ഡിസ്പ്ലേ കാണിക്കരുതെങ്കിൽ നണ്ണാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കായിട്ട് കാണിക്കുക എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലത്തെയാണ് ബ്ലോക്ക്. പേജ് ലോഡ് ചെയ്ത് നോക്കാവുന്നൂടെ. ക്ലിക്ക് മീ ടു ഹൈഡ് ഉണ്ട്, ഹൈഡായിപ്പോയി. ക്ലിക്ക് മീ ടു ഷോ ഉണ്ട്, ഷോ ചെയ്തു. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകണമെങ്കിൽ വീണ്ടും വെബ് ഡെവലപ്പർ എടുത്തിട്ട് ഇൻസ്പെക്ടർ എടുക്കുക. നോക്കിക്കോളുക. ഇവിടെ വാല്യൂ മാറും. ഇവിടെ ഞാൻ ഹൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഹിഡൻ ആണ്. ഡിസ്പ്ലേ നണ്ണെന്നാണ് കിടക്കുന്നത്. ഇവിടെ കണ്ടോ, ഡിസ്പ്ലേ നണ്ണാണ് കിടക്കുന്നത്. ഞാൻ ക്ലിക്ക് മീ ടു ഷോ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഡിസ്പ്ലേ ബ്ലോക്കായി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് കാണും. വീണ്ടും ഹൈഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാണ്, ഡിസ്പ്ലേ നണ്ണായി. അപ്പോൾ അതാണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ഷോ ആൻഡ് ഹൈഡ് എലമെൻറ്റ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഫോണ്ട് ചെയ്യാൻ പറ്റും. മുമ്പ് പറഞ്ഞത് തന്നെ ക്ലിയർ ആയിരിക്കും. document.getElementById ഡെമോ കൊടുക്കും. .style എന്ന് പറഞ്ഞാൽ അതിൻ്റെ CSS ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. CSSനകത്ത് ഫോണ്ട് സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി 32 പിക്സലാക്കി കൊടുക്കും.
കൊടുത്താൽ. ഇനി വേറെ ഒരെണ്ണത്തിൽ എഴുതിയിട്ടുണ്ട് ക്ലിക്ക് മീ ഫോർ കളർ എന്ന് എഴുതിയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഡെമോ ഡോട്ട് സ്റ്റൈൽ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി റെഡ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പേജ് നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. ക്ലിക്ക് മീ ഇത് 35 പിക്സലാക്കും. ഇല്ല 35 പിക്സലാക്കി. കളർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലിക്ക് മീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ ഓൺ ക്ലിക്കിൽ ഇവൻ്റ് എഴുതിയേക്കുന്നത് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓൺ ക്ലിക്ക് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് കമാൻഡാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫംഗ്ഷനിലും കൊടുക്കാൻ പറ്റും കേട്ടോ. ഫംഗ്ഷനിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷനിൽ കൊടുക്കുന്ന പോലെ എഴുതി കാണിക്കണം. എനിക്ക് എഴുതി കാണിക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് കൊടുക്കുക. സ്ക്രിപ്റ്റിനകത്ത് ഫംഗ്ഷൻ്റെ പേര് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ചേഞ്ച് ഫോണ്ട് സൈസ് എന്നൊരു ഫംഗ്ഷൻ എഴുതുവാണ്. ഫോണ്ട് സൈസ് എന്നൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. എന്നിട്ട് ഇവിടെ കൊടുക്കുകയാണ്, സെമിക്കോളൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഓൺ ക്ലിക്കിൽ ഈ ഫംഗ്ഷനെ വിളിക്കണം. ഓൺ ക്ലിക്കിൽ ഈ ഫംഗ്ഷനെ വിളിച്ചു പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഉണ്ടോ, മാറി. ഇനി ഇതും ഈ പറഞ്ഞേക്കുന്ന പോലെ മറ്റേത് എനിക്ക് ഫംഗ്ഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ചേഞ്ച് ഇത് തന്നെ വീണ്ടും എഴുതുക. വേറൊരു ഫംഗ്ഷനും കൂടി എഴുതുക. ചേഞ്ച് കളർ എന്ന് എഴുതുക. ഈ കളർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് COLOUR എന്നും COLOR എന്നും എഴുതാൻ രണ്ടും കറക്റ്റാണ് ഡിക്ഷണറി പ്രകാരം. പക്ഷെ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ COLOR എന്ന് എഴുതിയാൽ മതി. അമേരിക്കൻ ഇംഗ്ലീഷ് അനുസരിച്ച് COLOR ആണ്. നമുക്ക് അമേരിക്കയോട് കീഴ്വഴക്കമുള്ളതുകൊണ്ടോ ട്രംപിനോട് പ്രത്യേകിച്ച് താല്പര്യമുള്ളതുകൊണ്ടോ അല്ല. ഈ HTML പ്രോപ്പർട്ടി കളറിന് COLOR എന്നാണ്. പ്രോപ്പർട്ടി ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കളർ എന്നാണ് കേട്ടോ, COLOR എന്നാണ്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ കളർ COLOR എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ചേഞ്ച് കളർ എന്നൊരു ഫംഗ്ഷൻ എഴുതി അതിനകത്ത് ഇത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കോഡ് ഇട്ട് കൊടുത്തു. സെമിക്കോളൻ ഇടുക. ചേഞ്ച് കളർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചേഞ്ച് കളർ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ വിളിക്കുക. ചേഞ്ച് കളർ എന്നുള്ള ഫംഗ്ഷൻ, ഈ ചേഞ്ച് കളർ എന്നുള്ള ഫംഗ്ഷൻ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് Ctrl+C അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തത് എനിക്ക് ടൈപ്പ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടല്ല. ഒരിക്കൽ നമ്മളൊരു വേരിയബിളിന് പേരെഴുതിയാൽ പിന്നെ ആ വേരിയബിൾ എവിടെ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ വാല്യൂ കോപ്പി പേസ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം ഒരു ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ കടുകുമണി വ്യത്യാസത്തിൽ സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ തിരിഞ്ഞാൽ വേരിയബിളിൻ്റെ വാല്യൂ മാറിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചേഞ്ച് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക അടുത്ത സ്ഥലത്ത്. ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഒരിക്കലും രണ്ടാമത് ടൈപ്പ് ചെയ്യരുത്. ഫസ്റ്റ് തവണ മാത്രമേ വേരിയബിളിൻ്റെ പേരും ഫംഗ്ഷൻ്റെ പേരും ഒക്കെ ടൈപ്പ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കളറിന് പകരം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പം സ്മോൾ എഴുതി കൊടുത്താൽ ചിലപ്പോൾ ഈ കേസ് വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷേ സീലൊക്കെയാണ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അബദ്ധം ഒഴിവാക്കാനായിട്ട് എപ്പോഴും പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പോൾ ക്ലിക്ക് മീ ചേഞ്ച് ചെയ്തു, ക്ലിക്ക് മീ ഫോർ കളർ ചേഞ്ച് ചെയ്തു, റെഡാക്കി. ഇപ്പോൾ രണ്ടും ക്ലിയർ അല്ലേ? അപ്പോൾ ഓൺ ക്ലിക്കിനകത്ത് നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഫംഗ്ഷൻ എഴുതിയേക്കുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനകത്താണ്. ഈ സ്ക്രിപ്റ്റ് ഇവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എഴുതുന്നത് നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിരുന്ന സമയത്ത് PHPയിൽ കോഡ് ചെയ്തിരുന്നു. അപ്പം നമ്മുടെ സ്ട്രിക്റ്റായിട്ട് അവർ പറയുന്നത് സ്ക്രിപ്റ്റുകളെല്ലാം പേജിൻ്റെ മേളിൽ ഹെഡ് ടാഗിനകത്തേ കൊടുക്കാവുള്ളൂ എന്ന് സ്ട്രിക്റ്റായിട്ട് അവർ പറയും. കാരണം കോഡും ജാവാസ്ക്രിപ്റ്റും അല്ലാത്തതും തിരിച്ചറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടോ, ഈ ഹെഡിനകത്ത് കിടക്കുന്നത് ഇതെല്ലാം ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഫങ്ഷൻസുമാണ്. അപ്പോൾ സാധാരണ ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെ എപ്പോഴും എഴുതുകയാണ്. ഹെഡിനകത്ത് സ്ക്രിപ്റ്റ് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് എഴുതുക. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒത്തിരിയും കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞു തരുന്നുള്ളൂ. ഇന്നർ HTML ഇത് ഓൾറെഡി പറഞ്ഞു.
ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആട്രിബ്യൂട്ട് ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ മാറ്റുന്നത് നമ്മൾ കണ്ടു. അതല്ലാതെ ഇവിടെ ഇപ്പോൾ ഞാനൊരു ഇമേജ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇമേജ് ID = മൈ ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റൈൽ വിത്ത് 100 പിക്സലിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 100 പിക്സലിൽ കാണിക്കും. അപ്പോൾ പിക്ചർ ബൾബ് ഓഫ് GIF എന്ന് പറയുന്നതാണ് കൊടുത്തേക്കുന്നത്. ബൾബ് ഓഫ് എന്ന് പറയുന്ന GIF ഇതാ ഇവിടെയുണ്ട്. ഇതാ പിക്ചർ ബൾബ് ഓഫ് എന്ന് പറയുന്ന GIF ഇതാണ്, ഒരു ഓഫായിരിക്കുന്ന ബൾബാണ്. അതുപോലെ തന്നെ ബൾബ് ഓൺ എന്ന് പറയുന്ന വേറൊരു GIF ഉണ്ട്, ജിഫ് ഫയലാണ്. അത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇല്ല, ഇപ്പം ഞാൻ കൊടുത്തേക്കുന്നത് സോഴ്സിൽ ബൾബ് ഓഫാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബട്ടണിൽ ടേൺ ഓൺ ലൈറ്റും രണ്ടാമത്തേത് ടേൺ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടേൺ ഓൺ ലൈറ്റ് വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID മൈ ഇമേജ്. മൈ ഇമേജ് എന്ന് പറഞ്ഞ ID കൊടുത്തേക്കുന്നത് ഏതാണ്? ഈ ഇമേജ് ടാഗാണ്. അതിൻ്റെ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ ഞാൻ ഓൾറെഡി കൊടുത്തേക്കുന്നത് പിക്ചർ ബൾബ് ഓഫാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്തേക്കുവാണ്. ഈ SRC എന്ന് പറയുന്നത് പിക്ചർ ബൾബ് ഓൺ .gif ആക്കുക. ഇത് മാറ്റി അതാക്കുക. ഇനി ടേൺ ഓഫ് ദ ബൾബിന് അത് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID മൈ ഇമേജ്. മൈ ഇമേജ് എന്ന് വേറുള്ള ഡോക്യുമെൻറ്റ് എലമെൻറ്റിനെ ഗെറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഇമേജ് ടാഗിനെ ഗെറ്റ് ചെയ്യും. ഇനി അതിലെന്താ പറഞ്ഞേക്കുന്നത്? അതിൽ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ബൾബ് ഓഫ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബൾബ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബൾബ് ഓഫാണ്, ചേഞ്ച് ഒന്നും വരില്ല. അത് വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്യും, പക്ഷേ നമുക്ക് വിഷ്വലി ചേഞ്ച് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ പേജ് ലോഡ് ചെയ്ത് കാണിക്കാം. ഇത് ബൾബ് ഓഫ് എന്നുള്ള ആ ബൾബ് ഓഫ് പൊസിഷനാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. അവിടെ ടേൺ ഓഫ് ദ ലൈറ്റ് കാണിച്ചാൽ ഒന്നും സംഭവിക്കില്ല, കാരണം ആ ഇമേജ് തന്നെ വീണ്ടും റീപ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് കാഴ്ചയിലൊന്നും കാണാൻ പറ്റില്ല. ടേൺ ഓൺ ദ ബൾബ് കൊടുത്താൽ അപ്പം തന്നെ ബൾബ് കത്തിയിട്ടുണ്ട്. ഇത് 230 വാട്ട് സ്ക്രീനിൻ്റെ പുറകിൽ കൊടുത്തിട്ടല്ല കത്തിച്ചേക്കുന്നത്, ഇമേജ് മാറ്റി കാണിച്ചേക്കുന്നേ ഉള്ളൂ. 2 ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിച്ചതാണ്. ഇമേജ് രണ്ടും നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ ബൾബാണ് ആദ്യം കാണിക്കുന്നത്. മറ്റേത് വരുമ്പോൾ എന്താ, സോഴ്സ് മാറ്റിയിട്ട് ഈ ബൾബ് കാണിക്കും. അത്രയും ചെയ്തിട്ടുള്ളൂ. ഇതാക്കി. ഇനി ടേൺ ഓഫ് ചെയ്യണ എന്ത് ചെയ്യും? വീണ്ടും മറ്റേ ഓഫ് പൊസിഷനിലുള്ള ബൾബാക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഓഫ് പിക്ചർ ബൾബ് ഓഫാക്കി. വീണ്ടും ഓഫാണേലും ഓൺ ആണേലും വീണ്ടും ഓഫാക്കും. അപ്പോൾ അതുകൊണ്ട് ഓഫായിരിക്കുമ്പോൾ വീണ്ടും ഓഫായാൽ നമുക്ക് അതിലൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ ഓണായിരിക്കുമ്പോൾ വീണ്ടും ഓണാക്കിയാലും അതിലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും ഇതുണ്ട്. ഈ എക്സാമ്പിൾ തന്നെ W3 സ്കൂൾസിലുള്ളതാണ്. ഞാൻ W3 സ്കൂൾസിൽ നിന്ന് എടുത്തതാണ്. ഞാൻ കോപ്പി അടിച്ചെങ്കിൽ നിങ്ങൾ കോപ്പി അടിക്കേണ്ട, കാരണം എനിക്ക് പരീക്ഷയില്ല, നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും. അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. ബൈ.